എനിക്കിനി അശ്വിൻ്റെയും കൊച്ചിൻ്റെയും എൻ്റെ നമ്മുടെ എല്ലാവരുടെയും പാക്കിങ് എപ്പോഴും ഞാനാണ് ചെയ്യുന്നത്. ബിക്കോസ് അശ്വിന് ചെയ്യാൻ ഓക്കെയാണ്. പക്ഷേ അശ്വിൻ്റെ അടുത്ത് 10,000 പ്രാവശ്യം പറഞ്ഞാൽ ഒന്ന് എണീറ്റ് പോയി ഒരു ഡ്രസ്സെങ്കിലും കൈ കൊണ്ട് എടുക്കും. അപ്പോൾ ആ 10,000 പ്രാവശ്യം പറയുന്ന സ്ട്രെസ് ഒഴിവാക്കാൻ ഞാൻ സ്വന്തമായിട്ട് പാക്ക് ചെയ്യും. അപ്പോൾ ഒരു സമാധാനം. അതുകൊണ്ട് അതിപ്പോൾ അശ്വിന് യൂസ്ഡാവും. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അശ്വിൻ ഇങ്ങനെ കൊച്ചിനെ നോക്കി എവിടെയെങ്കിലും ഇരിക്കും. ഞാൻ പറയും എനിക്കൊരു 20 മിനിറ്റെങ്കിലും സമാധാനം വേണം എന്ന് പറയുമ്പോൾ അവൻ കൊച്ചിനെ നോക്കിയിരിക്കും. ആ സമയത്ത് ഞാൻ പോയി എല്ലാവരുടെയും ഡ്രസ്സ് കറക്റ്റ് സെക്ഷൻ ബൈ സെക്ഷനായിട്ട് പാക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ അശ്വിന് ഒരു സമാധാനം. കാരണം അശ്വിന് അവൻ പൊതുവേ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സ്വന്തമായിട്ട് സെലക്ട് ചെയ്യില്ല ഡ്രസ്സൊന്നും. അശ്വിൻ മേടിച്ച് വെച്ചിരുന്ന ഡ്രസ്സിൽ എനിക്ക് ഏതാ എടുക്കേണ്ടത് ഏതാ ഇടേണ്ടത് എന്നോട് തന്നെ ചോദിക്കും. അതുകൊണ്ട് ഞാൻ ലിറ്ററലി എന്ത് പാൻറ്റും എന്ത് ടീഷർട്ടും ആണോ മടക്കി വെക്കുന്നത് ഹീസ് ഓക്കെ വിത്ത്. അയാൾ ഒന്നും ചോദിക്കത്തൊന്നുമില്ല. അയാൾ അവിടെ ചെല്ലുമ്പോൾ പെട്ടി തുറക്കുമ്പോൾ ഞാൻ എന്താണോ വെച്ചത്, ഈ നമ്മൾ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ വീട്ടുകാർ ടിഫിൻ വെച്ച് കൊടുക്കത്തില്ല, ഞാൻ മാറ്റുന്ന ഡ്രസ്സ് മാത്രമേ ഇടൂ. അശ്വിനും അത് തന്നെ. അത് മാത്രം വേറൊന്നും അവ ഇടത്തില്ല. ഞാൻ എന്ത് പറയുന്നോ അതേ ഇടത്തുള്ളൂ. ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ എന്നെ കൂട്ട് വിളിക്കാം. അയ്യോ സെയിം അശ്വിന് തന്നെ. അശ്വിൻ നമ്മൾ മറ്റേ ഇവിടെ മലേഷ്യയിൽ കഴിഞ്ഞ ദിവസം പോയിരുന്നപ്പം ഏതോ ഒരു ദിവസം ഇവൻ കുറച്ച് അലമ്പായിരുന്നു. ഞാൻ അശ്വിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കൊച്ചിനെയും കൊണ്ട് കാറി ഇരുന്നോളാം, താ ഒരുപാട് ആഗ്രഹിച്ചല്ലേ ഏതോ സ്ഥലത്ത് പോകണം, താ അവിടെ പോയി സമയം എടുത്ത് ഷോപ്പ് ചെയ്യുക, ഞാൻ കൊച്ചിനെയും പാൽ കൊടുത്ത് കാറിനകത്ത് ഇരുന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നീ ഇല്ലാതെ ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞ അല്ലോട് സൺഡേ പൈസ ഉണ്ടല്ലോ, പോയി മേടിക്കുക. പൈസ അല്ലേ എടുത്ത പ്രശ്നം, എനിക്ക് അവിടെ പോയി എന്ത് സെലക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല, നീ കൂടെ വാ, നീ ഒരു കാര്യം ചെയ്തിട്ട് ഇവനെ കാറി ഇരുന്ന് അവൻ ഡ്രൈവറിൻ്റെ കൂടെ അടിച്ചു പൊളിക്കിട്ട് നമുക്ക് പോയിട്ട് വരാം. ഞാൻ പറഞ്ഞ് പോടും, അത് പറ്റത്തില്ല. അങ്ങനെ ഞാൻ അവസരം ഇവനെ മറ്റേ തൂക്കിയിട്ടുകൊണ്ട് കൂടെ ചെന്നു അശ്വിന്. കാരണം അവന് ഞാനില്ലാതെ അവനെ സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്.